നവ്യ നേരത്തെ പറഞ്ഞത് കോഴിക്കോട്ട് വലിയൊരു മാറ്റമുണ്ടായി, BJPയുടെ മുന്നേറ്റമുണ്ടായി. നേരത്തെ പ്രതിപക്ഷത്തെ പോലും ചെവിക്കൊള്ളാതെ പ്രവർത്തിച്ചവർക്കിനി ലാഘവത്തോടെ ഭരിക്കാനാവില്ല. ചോദ്യങ്ങളുണ്ടാകും, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. എല്ലാവരും അറിഞ്ഞു മാത്രം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ കോർപ്പറേഷൻ ഭരണം എത്തുകയാണ്. എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ, ആ പ്രതിപക്ഷത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിലെ ആലോചനകൾ? എന്ത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത്തവണത്തെ ഇലക്ഷന് BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്നെ ഒരു ലക്ഷ്യമായിട്ടുള്ള വികസിത ഭാരതത്തിലേക്ക് വേണ്ടി വികസിത കോഴിക്കോടിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചതും. ആ ലക്ഷ്യം ഇപ്പോൾ സാർത്ഥകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്കറിയാം. ഇവിടെ ഈ ഇലക്ഷന് BJP എടുത്തു കാണിച്ചിരിക്കുന്നത് അത്രയും ഈ കോഴിക്കോട് നഗരത്തിൽ കാലങ്ങളായിട്ട് ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കാലങ്ങളായിട്ട് 5 വർഷം കൂടുമ്പോൾ വീണ്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുമെന്നല്ലാതെ നഗരത്തിന്റെ കാര്യമായിട്ടുള്ള വികസനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളതല്ലാതെ സ്വന്തമായിട്ട് ഒരു പദ്ധതി പോലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരു പ്രാപ്തിയില്ലാത്ത കോർപ്പറേഷനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇവിടെ കോഴിക്കോടിന്റെ വർഷങ്ങളായിട്ട് നേരിടുന്ന നിരന്തരമായിട്ട് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങൾ അത് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന് ഇന്ന് നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് തിളക്കം എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കി. അതൊരു വികസന രേഖയായിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ആ വികസന രേഖ മറച്ചു നോക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളല്ലാതെ കോഴിക്കോട് കോർപ്പറേഷൻ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി പോലും എടുത്തു കാണിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വികസന രേഖയാണ് കോർപ്പറേഷൻ പുറത്തിറക്കിയത്. അപ്പോൾ ഈ കോർപ്പറേഷനകത്ത് വികസനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതിന്റെ തെളിവാണ് തിളക്കം എന്ന പുസ്തകം. ആ തിളക്കം എന്ന പുസ്തകം മാത്രം എടുത്ത് കാണിച്ചു കൊണ്ട് നമുക്ക് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ കോർപ്പറേഷന്റെ വികസന രേഖയാണെങ്കിലും അത് കേന്ദ്ര സർക്കാരിന്റെ വികസന രേഖയായിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രകാശിപ്പിക്കാൻ അത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ മാത്രമാണ് ഒരു കോർപ്പറേഷൻ മുൻപോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കേന്ദ്രത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇനി മുൻപോട്ട് ഈ കോർപ്പറേഷനിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളത് ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് കൊണ്ടാണ് 7 എന്നുള്ള നിലയിൽ നിന്നും 13ലേക്ക് ഉയരാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ നഗരത്തിന്റെ കാതലായിട്ടുള്ള പല വിഷയങ്ങള്, പാർക്കിംഗ് വിഷയങ്ങള്, മഴക്കാലം വരുന്ന സമയത്ത് വെള്ളക്കെട്ട് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ മേഖലകളിൽ ഇന്ന് അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരന്തരമായിട്ടുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ, മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ട് നമ്മുടെ കോർപ്പറേഷനിൽ, അത് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും മാലിന്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട, ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമായിട്ട് മാറി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ BJPയുടെ കടന്നുകയറ്റം നമുക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം കഴിഞ്ഞ ടേമില് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാരുടെ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയുണ്ടായി. ആ യാത്ര പോയിരിക്കുന്നതും BJP ഭരിച്ചിട്ടുള്ള ഇൻഡോർ സന്ദർശിക്കുവാനാണ്. ആ ഇൻഡോറിൽ BJP കൊണ്ടുവന്നിട്ടുള്ള ഭരണ മികവുകൾ അതെടുത്ത് കാണിക്കുവാനും അതൊരു പഠന വിഷയമാക്കി, അതൊരു പാഠ്യ വിഷയമാക്കി മാറ്റുവാൻ വേണ്ടി ഈ കോർപ്പറേഷനിൽ ഒരു യാത്ര നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും BJP ഭരിക്കുന്ന ഇടങ്ങളിലാണ് വികസനം വരുന്നത് എന്നുള്ള ഒരു തുറന്നു കാണിക്കലാണ് ആ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വികസനം BJPയുടെ കൗൺസിലർമാരിലൂടെ ആ വികസനം ഈ ഒരു കോർപ്പറേഷന്റെ പരിധിയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിന് മറ്റു തെളിവുകൾ നമുക്ക് എടുത്ത് കാണിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റും. ആ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഉള്ള പ്രാപ്തി BJPയുടെ കൗൺസിലർമാർക്കുണ്ട് എന്നുള്ള വിശ്വാസം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് നിലനിർത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. തുടർന്ന് വരുന്ന ഇലക്ഷനുകളിലേക്കും തീർച്ചയായിട്ടും ഇവിടെ 13 സീറ്റുകളെ വിജയിച്ചുള്ളൂ എങ്കിലും ഒരുപാട് സീറ്റുകൾ 2ാം സ്ഥാനത്ത് നിലനിർന്നിട്ടുണ്ട്.
പല സീറ്റുകളിലും നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ സീറ്റുകൾ അത്രയും അടുത്ത നിയമസഭയിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് BJPയുടെ പക്കലുണ്ടെന്നും BJP വരും ദിവസങ്ങളിൽ ഒരു ഭരണരംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളൊരു വിശ്വാസം അത് ആർജിച്ചെടുക്കുവാൻ, ജനങ്ങളുടെ ഭാഗത്ത് ആ ഒരു വിശ്വാസം എത്തിക്കുവാൻ ഇന്ന് BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വരും ഇലക്ഷനുകളിലേക്കും പ്രതിഫലിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള ഒരു അവസരമായിട്ട് തന്നെ ഇതിനെ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യെസ്.